സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാ മെമ്പർമാർക്കും അവരവരുടെ കൂട്ടുകാരന്മാർക്കും കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ സാധാരണ യെല്ലോ ലൈനിൽ ക്രോസ് ചെയ്യുമല്ലോ, ആ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യുന്നത് ഇനി മുതൽ റെഡ് സിഗ്നലായിട്ട് കണക്കാക്കി അതിന്റെ പിഴ ഈടാക്കാൻ RTA തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രെയിനിങ് ആയിട്ട് ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. യെല്ലോ സിഗ്നലിൽ കടക്കുന്നവർക്ക് റെഡ് സിഗ്നലിന്റെ ഫൈനും അതുപോലെ തന്നെ 7 ദിവസത്തെ ക്ലാസ്, അതായത് 7 വർക്കിംഗ് ഡേ, അതായത് നമ്മുടെ ഏകദേശം 9 ദിവസം നമ്മുടെ മിസ്സാവും. ആ 7 ദിവസത്തെ ക്ലാസും ഒരു ദിവസത്തിന് 75 ദിർഹംസ് വെച്ചിട്ട് അതിനുള്ള ചാർജും കമ്പനി ഈടാക്കുന്നുണ്ട്. ആ ട്രെയിനിങ് എടുക്കുന്നത് കിസിസ് പോലീസ് സ്റ്റേഷനിലെ പോലീസിലെ മുദീറാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ 6ാമത്തെ ക്ലാസ് ആയ ഒരാൾ പറയാണ്, ഞാൻ പോകുന്ന സമയത്ത് ആകെ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇഷ്ടം പോലെ ആളുകളാണ്. കാരണം ഇവര് ഈ ബിൽഡിങ്ങുകളുടെ മുകളിൽ വെച്ചിട്ടുള്ള ക്യാമറയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും അവരുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 1500 എങ്ങാണ്ടാണ് റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത. അത് കൂടാതെ 10 ദിവസത്തെ ശമ്പളവും ഇല്ല. അത് കൂടാതെ 7 ദിവസത്തെ 1500 ദിർഹംസ് അവർക്ക് ട്രെയിനിങ്ങിന്റെ പൈസ. അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ 1 മാസം ശമ്പള കാശ് മിസ്സാവും. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരു കാരണവശാലും ഇനി യെല്ലോ ലൈറ്റിൽ പാസ്സാകാൻ നിൽക്കണ്ട. ചവിട്ടി നിർത്തി അടുത്ത സിഗ്നലിൽ ക്രോസ് ചെയ്താൽ മതി. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പോ ഇതിലൊരു അനുഭവസ്ഥൻ പറഞ്ഞാണ്. അപ്പൊ അവൻ പറഞ്ഞില്ല, ഞാൻ ഞാൻ യെല്ലോ ബോക്സ് കഴിഞ്ഞിട്ടാണ് റെഡ് കത്തി പറഞ്ഞപ്പോൾ അയാൾ അതിന്റെ പ്രൂഫ് അടക്കം കൊണ്ടുവന്നിട്ടാണ് ഇവര് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ അത് ഇട്ട് കാണിച്ചു കൊടുത്തു. യെല്ലോ ബ്ലിങ്ക് ചെയ്തു. ആ റോഡിന്റെ മിഡിൽ എത്തുമ്പോ റെഡ് ലൈറ്റ് കത്തി. അങ്ങനെ വന്നവരൊക്കെ എല്ലാവർക്കും അവരവരുടെ മിസ്റ്റേക്കുകൾ ആ പോലീസുകാരൻ കാണിച്ചു കൊടുത്തു. അപ്പോ സുഹൃത്തുക്കൾ, ദയവ് ചെയ്ത് ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. കെയർഫുൾ. ഓക്കെ.